അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്ത് നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് അൻവാർ ഫജന്റെ കുടുംബം അള്ളാഹു നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ദീർഘായുസ്സ് തരട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്ന സംവിധാനങ്ങളൊക്കെ മനുഷ്യരാശിയുടെ ഗുണങ്ങൾക്ക് നഫ്ഇന് വേണ്ടിയാണ്. അതിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് അത്ഭുതകരമായ ഫ്രൂട്ടുകൾ, ഒരുപാട് ഫുഡുകൾ അള്ളാഹു ഭൂമി ലോകത്ത് നാച്ചുറലായി സംവിധാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട, അതായത് ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടമുള്ള, ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കഴിക്കാത്ത, ഒരെണ്ണമെങ്കിലും കഴിക്കാത്ത ആരുണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതെന്താ? മുന്തിരി, ഉണക്കമുന്തിരി എന്ന് പറയും. ഡ്രൈ ഫ്രൂട്ടുകളിൽപ്പെട്ട ഒരു വെറൈറ്റി, അത്യാവശ്യം സെറ്റപ്പുള്ള ഒരു ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത്. മുന്തിരി ഇഷ്ടമുള്ളവരുണ്ടാവും, അത് ഉണങ്ങാതെ സാധാരണ പച്ചക്ക് കഴിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ടാകും, പഴുത്ത ഭാഗമായിട്ട് കഴിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്, ഡ്രൈ ആയിട്ട് കഴിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്. അതിൽ ഡ്രൈ ആയിട്ട് കഴിക്കുന്ന ഉണക്കമുന്തിരി, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഫലം, ഹെൽത്തി ആയിട്ട് അത് നൽകുന്ന ഗുണങ്ങൾ, ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഒരു മെത്തേഡ് തന്നെ ഇങ്ങനെ കാണാൻ പറ്റും. ഉണക്കമുന്തിരി ഇഷ്ടപ്പെടുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് മുന്തിരി. മുന്തിരി വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഉണക്കമുന്തിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചതായിട്ട് നമുക്ക് കാണുന്നുണ്ട്, പല തവണകളിൽ കഴിച്ചതായിട്ട് കാണുന്നുണ്ട്. അത് കൃത്യമായ അളവിൽ, അളവ് വിടാതെ നമ്മൾ ഇടയ്ക്കിടെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കൊക്കെ ഒരുപാട് ഫലങ്ങളും ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി തന്നെ പറയുന്നത്, ഒരു കൈയിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ പാകത്തിന് മുന്തിരി എടുക്കുക, എന്നിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ടോ പിറ്റേ ദിവസം എന്ത് ചെയ്യുക? ആ മുന്തിരിയും ആ വെള്ളവും കഴിക്കുക, കുടിക്കുക. ചില ആളുകൾ ഞെരടിയിട്ട് ആ വെള്ളവും മുന്തിരി ഉൾപ്പെടെ കഴിക്കും. അത് നമുക്ക് രണ്ടും ചെയ്യാവുന്നതാണ്. ശുദ്ധമായ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് ശരീരത്തിന് ഒരുപാട് ഫലം കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പല ദിവസങ്ങളിൽ ചെയ്തു എന്ന് ഹദീസുകളിൽ കാണാം. അതിൻ്റെ ഫലം കൂടെ ഹദീസുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഒരെണ്ണം കഴിക്കാൻ കിട്ടുക, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടി അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങണം, അല്ലെങ്കിൽ സംഘടിപ്പിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ചുമന്ന മുന്തിരിയാകാം, ബ്ലാക്ക് ആകാം, ഇതൊക്കെ നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ വിഷാംശങ്ങളൊക്കെ പോകുന്ന നിലക്ക് തന്നെ എങ്ങനെയാണോ നമ്മൾ സാധാരണ കഴുകുന്നത് അങ്ങനെ വാഷ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായിട്ട് ഉണക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അത് ഏറ്റവും നല്ലത്. പിന്നെ അവിടെ കെമിക്കലിൻ്റെ പ്രശ്നങ്ങളോ, പ്രത്യേകിച്ച് ഉണക്കമുന്തിരിയിൽ എന്തെങ്കിലും ചേർക്കുന്നുണ്ടോ, അത് ഡ്രൈ ആകാൻ വേണ്ടി പ്രത്യേക വല്ല മരുന്നോ വല്ല പ്രശ്നങ്ങളോ കെമിക്കലോ ചേർക്കുന്നുണ്ടോ, ആ വിഷമമൊന്നും വേണ്ട, നമുക്ക് തന്നെ തയ്യാറാക്കാം. അങ്ങനെ ചെയ്യാം. ഏതായിരുന്നാലും ഉണക്കമുന്തിരി അത് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും നമ്മുടെ ഫുഡിൽ കയറി വരണം. പിന്നെ അവസാനത്തിലേക്ക് വന്നാൽ മറന്നു പോകുമെന്നുള്ളതുകൊണ്ട് പറയാൻ, നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമുന്തിരി അത് നിർബന്ധമായിട്ട് കഴുകണം. കഴുകാതെ ഒരെണ്ണം പോലും കഴിക്കരുത്. അത് ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ കഴുകണം. ഇപ്പോൾ സാധാരണ ചുമ്മാ പാക്കറ്റ് അങ്ങോട്ട് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ മൗലിദ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സദസ്സ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിയുമ്പോൾ ഇങ്ങനെ പിന്നെ കൽക്കണ്ടത്തിൻ്റെ ഒപ്പം ഇങ്ങനെ കൊണ്ടുനടക്കുന്ന കാണാം. അതൊരിക്കലും ചെയ്യരുത്. കൊടുക്കുകയാണെങ്കിൽ വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. കാരണം ഒരു ഉണക്കമുന്തിരി കഴുകി നമ്മൾ ശുദ്ധീകരിക്കും, ഒരുപാട് അഴുക്കതിനകത്തുണ്ട്. നമ്മൾ രോഗിയായി പോകും, അൺഹെൽത്തി ആയി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകൾ, പ്രത്യേകിച്ച് മക്കൾക്ക് കൊടുക്കുമ്പോൾ ചുമ്മാ പാക്കറ്റ് പൊടിച്ചിട്ട്, അത് ക്യാഷു ആയാലും അതേപോലെ ബദാമൊക്കെ ആയാലും, എൻ്റെ റബ്ബേ എത്ര ചെളിയുള്ളത്. കഴുകി കഴിഞ്ഞാൽ ആ വെള്ളം കണ്ടാൽ പിന്നെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും, അത് കഴുകിയ വെള്ളം. അപ്പോൾ തീർച്ചയായിട്ടും വാഷിംഗ് നിർബന്ധമാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുണ്ടെങ്കിൽ വാഷ് ചെയ്യും. നലാഫത്ത് അത് മസ്റ്റാണ്. മുഅ്മിനിന് വൃത്തി വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും നാളെ സ്വർഗ്ഗലോകത്തും സംവിധാനിക്കുന്ന മനോഹരമായ ഫ്രൂട്ടാണ് മുന്തിരി എന്ന് പറയുന്നത്. ടേസ്റ്റിയാണ്, വളരെ മനോഹരമാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. ആ മുന്തിരിയിൽ, പ്രത്യേകിച്ച് ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ഫലങ്ങൾ, അതിൽ ഇഷ്ടം പോലെ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അങ്ങനെ ധാരാളം കണ്ടൻറ്റുകൾ, ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. കേട്ടോളൂ. ഒന്നാമത്തെ ബെനിഫിറ്റ്, ദഹനം നല്ല പ്രോപ്പറായിട്ട് നടക്കും, ദഹനം കൃത്യമാകും. മക്കൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മലബന്ധത്തിൻ്റെ പ്രയാസം കൊണ്ട് ഒരുപാട് പേര് പ്രയാസപ്പെടുന്നുണ്ട്.
തീർച്ചയായിട്ടും ആ കോൺസ്റ്റിപ്പേഷൻ അത് മാറിയുന്ന അല്ലെങ്കിൽ സുഖകരമാകുന്നൊരവസ്ഥ ഉണ്ടാകും. പ്രത്യേകിച്ച് തലേദിവസം രാത്രി നമ്മൾ കഴിച്ചു അല്ലെങ്കിൽ രാവിലെ നമ്മൾ അത് ഇട്ട് വെച്ച വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ അത് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഈ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വളരെ കാരണമാകും. മൂന്നാമത്തത് കൊളസ്ട്രോൾ കുറയാൻ കാരണമാകും. ബാഡ് കൊളസ്ട്രോൾ, കാരണം ഫൈബർ കണ്ടന്റ് അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട്. നല്ല റിച്ച് ഫുഡാണിത്. ഹെൽത്തി ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് ഫലമുണ്ട്. അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം, മെലിഞ്ഞ കുട്ടികളുണ്ടല്ലോ, തീരെ മെലിഞ്ഞ് ഒരു കണ്ടാൽ തന്നെ ഒരു പ്രയാസം തോന്നും. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു തടി, ചുമ്മാ കൊളസ്ട്രോൾ തടിയല്ല, ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം വെക്കാൻ ഇത് നല്ലൊരു മരുന്നാണ്, അല്ലെങ്കിൽ നല്ലൊരു ഫുഡാണ്. ഉണക്കമുതിരി കഴിക്കാൻ കൊടുക്കുക എന്ന് കരുതിയിട്ട് അളവില്ലാതെ ചുമ്മാ വാരിങ്ങനെ പിള്ളേരിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, അത് പാടില്ല. ഒരളവിൽ അതിങ്ങനെ ഡെയിലി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉപയോഗിക്കുക, ഒന്നരാടെ ഉപയോഗിക്കുക, അതൊക്കെ വളരെ ബെനിഫിറ്റ് ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, നല്ല ബലമുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലുകളുണ്ടാവും. പലപ്പോഴും എല്ലുകൾക്ക് ബലം കുറയുമ്പോൾ മക്കൾക്കൊക്കെ പ്രത്യേകിച്ച് നിസ്സാര വീഴ്ചയിൽ എല്ല് പൊട്ടുക, എല്ലൊടിയുക, ബലക്കുറവാണ്. അത് പരിഹരിക്കാൻ എന്തിനു പറ്റും? ഉണക്കമുന്തിരിക്ക് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ പല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവും. പല്ല് പെട്ടെന്ന് പോടാവുക, പെട്ടെന്ന് കേടാവുക, ആ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഈ ഉണക്കമുന്തിരി ബെസ്റ്റാണ്. പല്ലുകൾക്ക് നല്ല ബലം ഉണ്ടാവും. ഏഴാമത്തെ ഒരു കാര്യം, ഹിമോഗ്ലോബിൻ്റെ അളവ്, അതായത് അനീമിയ, വിളർച്ച, ബ്ലഡ്, രക്തക്കുറവ്, പ്രത്യേകിച്ച് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഡെലിവറിയുടെ മുമ്പോ ശേഷമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ചില സഹോദരിമാർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഉണ്ടാകും. ചില കുട്ടികൾക്ക് ബ്ലഡ് കുറവുണ്ടാകും, രക്തക്കുറവുണ്ടാകും. അതൊക്കെ പരിഹരിക്കാൻ ഏറ്റവും ബെനിഫിറ്റുള്ള മാർഗ്ഗമാണ് ഈ ഉണക്കമുന്തിരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. എട്ടാമത്തെ ഒരു കാര്യം, ഇമ്മ്യൂണിറ്റി പവർ കൂടും. ഇനി ക്ലാസ് ഇവിടെ നിർത്താമെന്ന് എനിക്ക് തോന്നുന്നത്. ഉണക്കമുന്തിരിയുടെ ബെനിഫിറ്റുകൾ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കാം, ഈ എട്ടാമത്തിൽ അവസാനിപ്പിക്കാം. കാരണം ഇമ്മ്യൂണിറ്റി പവർ, പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അതാണ് ആരോഗ്യം. അത് തീർച്ചയായിട്ടും കിട്ടും ഈ ഫുഡിലൂടെ. ഒമ്പതാമത്, നമ്മുടെ മുടിക്ക് നല്ലതാണ്. നല്ല അഴകാർന്ന മുടി, നല്ല ബലമുള്ള മുടിക്ക് നല്ലതാണ്. പത്താമത്തത്, നമ്മുടെ സ്കിൻ. നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നൊരു ഭാഗമാണല്ലോ നമ്മുടെ സ്കിന്ന്, നമ്മുടെ തൊലി. അതിന് നല്ല സ്മൂത്താകാൻ, സോഫ്റ്റാകാൻ, നല്ല തിളക്കമുണ്ടാകാൻ വളരെ ബെനിഫിറ്റാണ്. അതേപോലെ 11ാമത്തെ ഒരു കാര്യം, കാഴ്ചക്ക് നല്ലതാണ്. നല്ല കാഴ്ചശക്തി, കണ്ണിന് നല്ല ആരോഗ്യം ഉണ്ടാക്കും, അത് പ്രത്യേകം നല്ലതാണ്. പ്രഷർ, ഷുഗറൊക്കെ നോർമലാകാൻ ഒരു മിതമായ അളവിൽ കഴിച്ചാൽ, ചുമ്മാ വാരി തിന്നിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു മിതമായ അളവിൽ ഇടയ്ക്കിടെ കഴിക്കുന്നത്, ഇടയ്ക്കിടെ എന്ന് വെച്ചാൽ ദിവസത്തിൽ ഇടയ്ക്കിടെയല്ല, ഒരാഴ്ചയിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒക്കെ കഴിക്കുന്നത് തീർച്ചയായും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഷുഗർ, പ്രഷറൊക്കെ നോർമലാക്കാൻ അത് നല്ല ഒരു വഴിയാണ് എന്നെല്ലാം നമുക്ക് ആധുനിക പഠനങ്ങളും ഡോക്ടർമാരുടെ ചർച്ചകളും മനസ്സിലാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ ഈ ഉണക്കമുന്തിരി എന്ന് പറയുന്ന ഫ്രൂട്ടിനെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. മുന്തിരിയെ പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് ഹദീസുകൾ കാണാം. അതിൽ കാണുന്നത് നിഅമത്തുആമു അസ്സബീബ്. സബീബ്, ഉണക്കമുന്തിരി എന്ന് പറയുന്നത് എത്ര നല്ല ഫുഡാണ് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ കാണാം. എത്ര നല്ല ഫുഡാണ്, എത്ര നല്ല ഭക്ഷണമാണ് ഉണക്കമുന്തിരി ഹദീസുകൾ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് യശുദ്ദുൽ ആസബ, അത് ഞരമ്പുകൾക്ക് നല്ല ബലം ഉണ്ടാക്കും, ഞരമ്പുകൾക്ക് ക്ഷീണം ഉണ്ടാക്കുക, ഞരമ്പ് ചുരുങ്ങുക, ഞരമ്പിന് തളർച്ച ബാധിക്കുക, ആകെ തകർന്നു പോകും. ഞരമ്പുകൾക്ക് നല്ല ഉത്തേജനം, നല്ല ആരോഗ്യം, ഉണർവുണ്ടാകണമെങ്കിൽ തീർച്ചയായും ഈ നിഅമത്തു ആമു അസ്സബീബ് ഉണക്കമുന്തിരി പറ്റും എന്നാണ് ഹദീസ് പറയുന്നത്. മാത്രമല്ല അത് ദേഷ്യത്തെ ശമിപ്പിച്ച് കളയും. നമ്മളുടെ ദേഷ്യം ശമിപ്പിക്കാൻ ഒരു പരിധിവരെ ഉണക്കമുന്തിരി എന്ന് പറയുന്ന ഫ്രൂട്ടിന് സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ലൗന, നിറം നന്നാക്കും, നല്ല കളറുണ്ടാവും. ഇത് പതിവായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അതിൻ്റെ മാറ്റം നമുക്ക് തന്നെ അറിയാൻ പറ്റും. കാലതാമസമില്ലാതെ ഒരു 21 ദിവസം പതിവാക്കിയാൽ നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയാൻ പറ്റും. അത് അവരുടെ നിറത്തെ നന്നാക്കുമെന്നാണ്. നിറത്തെ നന്നാകും, ക്ഷീണം മാറ്റിക്കളയും, തളർച്ച അതുണ്ടാവില്ല, ആക്റ്റീവ് ആകാനുള്ളൊരു പവർ ഉണ്ടാവും. അതേപോലെ തന്നെ നക്ഹത്ത, നമ്മുടെ രുചി അതിനെ നന്നാക്കും, വായുനാറ്റം ഇല്ലാതെയാക്കും. എത്ര ബ്രഷ് ചെയ്താലും ചില ആൾക്ക് ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും, അത് മാറ്റാൻ ഇതിന് കഴിയും എന്ന് പ്രിയപ്പെട്ടവരെ ഹദീസിൽ കാണാം. വൈദുഹിബുൽ ബൽഗമ, കഫത്തിൻ്റെ ശല്യം നീക്കം ചെയ്യും. ഇന്ന് കാണുന്ന ഭൂരിഭാഗം രോഗങ്ങൾ, അത് ജലദോഷാകാം, തുമ്മലാകാം, തൊണ്ടവേദനയാകാം, അതേപോലെ തന്നെ ചുമയാകാം. ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട വില്ലനെന്താ? നമ്മുടെ കഫമാണ്. കഫത്തിൻ്റെ ഒരളവുണ്ട്, അളവിട്ട് മോളിൽ കയറിയാൽ പിന്നെ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ, കഫം നീക്കം ചെയ്യാൻ ഏറ്റവും നല്ലത്, കഫം കൂടുമ്പോൾ ഓർമ്മ കുറയും,
താലീമുത്തലമിലൊക്കെ കാണാം, കഫം കൂടിയാൽ ഓർമ്മ കുറയും, പഠിക്കാനുള്ള കഴിവ് കുറയും. നമ്മുടെ മക്കൾക്കൊക്കെ എപ്പോഴും കഫജന്യ രോഗങ്ങളുള്ള മക്കൾക്ക് പഠിക്കാനൊരു ഉഷാറുണ്ടാവില്ല, ബുദ്ധി ശരിക്കും വർക്ക് ചെയ്യില്ല. ആ കഫശല്യം നീങ്ങാൻ ഇടയ്ക്കിടെ ഉണക്കമുന്തിരി കുറേശ്ശെ ഒരു 3-4 എണ്ണമൊക്കെ കൊടുക്കിടക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കഫത്തിൻ്റെ ശല്യം നീങ്ങിപ്പോകാൻ പ്രത്യേകം കാരണമാകും എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ഉള്ളം കയ്യിലിടാൻ പാകത്തിന് ഒരു ചെറിയൊരു പിടി വരുന്ന തരത്തിൽ നമുക്ക് കഴിക്കാൻ, മുതിർന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് അതിനനുസരിച്ച് നമുക്ക് പ്രത്യേകം ഓവറാകാത്ത തരത്തിൽ കൊടുക്കാൻ പറ്റും. തലേ ദിവസം ഒരു പിടി എടുക്കുക, എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട്, നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ നമുക്കത് കഴിക്കാം, അത് ഞെരടിയിട്ട് ആ വെള്ളം കുടിക്കാം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ബെനിഫിറ്റുകൾ മുഴുവൻ കിട്ടുന്ന, ഫലം കിട്ടുന്ന കാര്യമാണ്. ഇനി ഏത് മുന്തിരിയാണ് കഴിക്കേണ്ടത്? ബ്ലാക്ക് ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് യെല്ലോ കളർ കാണാൻ പറ്റും. റെഡ് കളർ മുന്തിരി നമ്മൾ ഏകദേശം അത് ഉണക്കുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് കളറിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സാധാരണ കോമൺ ആയിട്ട് നമുക്ക് അവൈലബിളായ ബ്ലാക്ക് മുന്തിരി ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് യെല്ലോ കളറിൽ കാണാൻ പറ്റും. ഇത് ഏതാണെങ്കിലും എല്ലാ മുന്തിരികൾക്കും ഒരേ ഫലങ്ങൾ, ഗുണങ്ങളൊക്കെ ഏകദേശം അതിൻ്റെ ഫലങ്ങളൊക്കെ കാണുന്നുണ്ട്. ചുമന്ന ഉണക്ക മുന്തിരിക്ക് പ്രത്യേകം ബെനിഫിറ്റുകളുണ്ട് എന്ന് ചില ഉദ്ധരണികൾ കിതാബിൽ കാണാം. അപ്പോൾ ചുമന്ന മുന്തിരി വാങ്ങിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ തന്നെ അത് ഉണക്ക മുന്തിരി പെട്ടെന്ന് ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാം? കെമിക്കലൊന്നും ചേർക്കാതെ നല്ല ഫ്രഷായി നാച്ചുറലായിട്ട് എങ്ങനെ ഡ്രൈ ആക്കാം, ഉണക്കാം എന്നൊക്കെ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. അത് മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഏറ്റവും നല്ലത്. ചുമന്ന ഉണക്കമുന്തിരിക്ക് പ്രത്യേക പവറുണ്ട്. കറുത്തതും വളരെ നല്ലതാണ്, ബ്ലഡൊക്കെ ഉണ്ടാകാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ സീഡ് ഉള്ളതുകൊണ്ട്, സീഡ് ഇല്ലാത്തതുകൊണ്ട്. സീഡ് ഉള്ളതാണ് കുറച്ചുകൂടെ നല്ലത്. ഒരു വിത്ത്, പുതിയൊരു ജന്മം ഉണ്ടാകുന്ന, അതിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ സീഡ് ഉള്ളത് വളരെ നല്ലതാണ്, ഇല്ലാത്ത കഴിക്കാൻ വിരോധമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെയെങ്കിലൊക്കെ പോയപ്പോൾ പായസം കുടിച്ചപ്പോൾ ഒരെണ്ണം കഴിച്ചു മതി, അത് പോരാ. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക്, നമ്മുടെ ഫുഡ് സിസ്റ്റത്തിലേക്ക് ചേരേണ്ട ഒരു കാര്യമാണ് ഉണക്കമുന്തിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, അത് അവിടെ നിന്ന് കഴിച്ചിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ നേടാൻ പറ്റുന്ന കുഞ്ഞൻ ഒരു ഫ്രൂട്ടാണ് നമ്മുടെ ഉണക്കമുന്തിരി. ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഈ ലോകത്ത് അവൻ അവതരിപ്പിച്ച, മുഅ്മിനീങ്ങൾക്ക്, മനുഷ്യർക്ക് അവതരിപ്പിച്ച മുഴുവൻ സന്തോഷങ്ങളെയും, മുഴുവൻ സമ്പത്തുകളെയും സൗകര്യങ്ങളെയും ആസ്വദിക്കാനും ഫലപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വാഹിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.